2004 ഏറ്റവും വലിയ വിജയങ്ങളിൽ 10ാം സ്ഥാനത്തുള്ളത് ജയറാമിൻ്റെ മയിലാട്ടം. ജയറാമിനെ നായകനാക്കി VM വിനു ഒരുക്കിയ ചിത്രമായിരുന്നു മയിലാട്ടം. രംഭയും ഇന്ദ്രജയുമായിരുന്നു ഈ ചിത്രത്തിൽ ജയറാമിൻ്റെ നായികമാരായി എത്തിയത്. ജയറാം ഇരട്ട വേഷത്തിലെത്തിയ ചിത്രത്തിൽ ജഗതിയും പ്രധാനപ്പെട്ട റോളിലുണ്ടായിരുന്നു. ജഗതി ജയറാം കോമ്പിനേഷൻ സീനുകളായിരുന്നു ഈ ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. ആ കാലത്ത് ഹിറ്റ് മേക്കർ ഡയറക്ടറായിരുന്ന VM വിനുവിൻ്റെ തുടർച്ചയായ ഹിറ്റുകളിൽ പെട്ടൊരു ചിത്രമായിരുന്നു മയിലാട്ടം. 2004 തന്നെ അദ്ദേഹത്തിന് മറ്റൊരു ഹിറ്റ് ചിത്രം കൂടെ ഉണ്ടായിരുന്നു. മികച്ച ഗാനങ്ങളുള്ള ചിത്രം ജയറാമിന് കരിയറിൽ നിർണായകമായ ഒരു വിജയമാണ് നൽകിയത്. ഏറ്റവും വലിയ 9ാമത്തെ വിജയം കമൽ സംവിധാനം ചെയ്ത പെരുമഴക്കാലം. ദിലീപിൻ്റെ മികച്ച പ്രകടനമുള്ള ചിത്രത്തിൽ മീര ജാസ്മിനും കാവ്യമാധവനുമാണ് നായികമാരായി എത്തിയത്. ഈ ചിത്രത്തിലെ മികച്ച പ്രകടനത്തിന് കാവ്യമാധവനെ തേടി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം എത്തിയിരുന്നു. M ജയചന്ദ്രൻ ഒരുക്കിയ ഗാനങ്ങൾ ഈ ചിത്രത്തിന്റെ വിജയത്തിൽ നിർണായക പങ്കുവഹിച്ചിരുന്നു. ദിലീപിനും മീര ജാസ്മിനും കാവ്യമാധവനുമൊപ്പം മറ്റ് പ്രമുഖ താരങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നു. കുടുംബ പ്രേക്ഷകരെ ലക്ഷ്യമാക്കി എത്തിയ ഈ ചിത്രത്തിൽ വളരെയധികം വൈകാരികമായ കഥാപരിസരങ്ങളാണ് ഉണ്ടായിരുന്നത്. മികച്ച അഭിപ്രായം നേടിയ പെരുമഴക്കാലം തിയേറ്ററിൽ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് നേടിയെടുത്തത്. 2004 ഏറ്റവും വലിയ 8ാമത്തെ വിജയം റാഫി മെക്കാട്ടിൻ സംവിധാനം ചെയ്ത ചതിക്കാത്ത ചന്തു. ജയസൂര്യ നായകനായെത്തിയ ചിത്രത്തിൽ 2 നായികമാരായിരുന്നു. ഭാവനയും നവ്യ നായരും. മലയാളത്തിലെ പ്രമുഖ ഹാസ്യ നടന്മാരെല്ലാം അണിനിരുന്ന ചിത്രം തിയേറ്ററിൽ മികച്ച അഭിപ്രായമാണ് നേടിയത്. തമാശ ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ കഴിവ് തെളിയിച്ച റാഫി മെക്കാട്ടിൻ ചതിക്കാത്ത ചന്തുവും അതേ പാറ്റേണിലാണ് ഒരുക്കിയത്. സലീം കുമാറിൻ്റെയും വിനായകൻ്റെയും ലാലിൻ്റെയും ജഗതിയുടെയും സലീം കുമാറിൻ്റെയും ഒക്കെ കോമഡി രംഗങ്ങൾക്ക് തിയേറ്ററിൽ നല്ല പ്രതികരണമാണ് ലഭിച്ചത്. തിയേറ്ററിൽ വമ്പൻ പ്രതികരണം ലഭിച്ചെങ്കിലും ചിത്രത്തിന് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ഒന്നും ലഭിച്ചിരുന്നില്ല. ആ കാലത്ത് ഒരു യുവതാരമായി അറിയപ്പെട്ടിരുന്ന ജയസൂര്യയ്ക്ക് വലിയ താരമൂല്യം ഉണ്ടായിരുന്നില്ല. ഇത് ചിത്രത്തിൻ്റെ ബോക്സ് ഓഫീസ് വിജയത്തെ കാര്യമായി ബാധിച്ചു. ദിലീപ് ആയിരുന്നു നായകനെങ്കിൽ ചിത്രത്തിന് വമ്പൻ വിജയമാവാൻ കഴിഞ്ഞേനെ എന്നുള്ള അഭിപ്രായം ആ കാലത്തുണ്ടായിരുന്നു. 2004 ഏറ്റവും വലിയ 7ാമത്തെ വിജയം വിനയൻ്റെ വെള്ളി നക്ഷത്രം. പൃഥ്വിരാജ് നായകനായെത്തിയ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചത് തരുണിയായിരുന്നു. ചിത്രം തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത്. ഹൊറർ ജോണറിൽ ഒരുങ്ങിയ ഈ ചിത്രം മികച്ച ടെക്നിക്കൽ ക്വാളിറ്റിയുള്ള ചിത്രമായിരുന്നു. ആ കാലത്ത് മലയാള സിനിമയുടെ പരിമിതമായ ബഡ്ജറ്റിൽ നിന്നുകൊണ്ട് ഉപയോഗിക്കാവുന്ന ഗ്രാഫിക്സ് സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് മികച്ചൊരു ഹൊറർ ചിത്രമാണ് വിനയൻ സമ്മാനിച്ചത്. മികച്ച ഗാനങ്ങളടങ്ങിയ ചിത്രത്തിൽ വമ്പൻ താരനിരയും ഉണ്ടായിരുന്നു. പൃഥ്വിരാജിനും തരുണിക്കുമൊപ്പം ജഗതി, ജഗദീഷ്, കാർത്തിക, ജയസൂര്യ, മീനാക്ഷി, ബിന്ദു പണിക്കർ, സിദ്ദിഖ്, തിലകൻ തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയിരുന്നു. മികച്ച അഭിപ്രായം നേടിയ ചിത്രം കുടുംബ പ്രേക്ഷകർക്കിടയിലും കുട്ടികൾക്കിടയിലും വലിയ സ്വീകാര്യതയാണ് നേടിയത്. ഏറ്റവും വലിയ 6ാമത്തെ വിജയം മമ്മൂട്ടി VM വിനു ടീമിൻ്റെ വേഷം. മമ്മൂട്ടിയുടെ മികച്ച കാലഘട്ടമായിരുന്നു 2004 എന്ന വർഷം. ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളിൽ മമ്മൂട്ടി ഭാഗമാവുകയും ചെയ്തിരുന്നു. ഹിറ്റ് മേക്കറായ VM വിനു മമ്മൂക്കയ്ക്കൊപ്പം ഒരുമിച്ചപ്പോൾ തിരക്കഥയൊരുക്കിയത് TA റസാഖായിരുന്നു. മികച്ച ഗാനങ്ങളടങ്ങിയ ചിത്രത്തിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് മമ്മൂക്കയുടെയും ഇന്നസെൻറ്റിൻ്റെയും ഒക്കെ മികച്ച പ്രകടനങ്ങളായിരുന്നു. ഇന്ദ്രജിത്ത്, മോഹിനി, ഗോപിക തുടങ്ങിയവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ ചിത്രം മികച്ച അഭിപ്രായം നേടി തിയേറ്ററിൽ സൂപ്പർ ഹിറ്റ് വിജയമാണ് നേടിയത്. കേരളത്തിലെ ചില തിയേറ്ററുകളിൽ 100 ദിവസങ്ങൾക്ക് മുകളിലാണ് വേഷം പ്രദർശിപ്പിച്ചത്. VM വിനുവിൻ്റെ കരിയറിലെ മികച്ച വിജയങ്ങളിൽ ഒന്നായിരുന്നു വേഷം. ബാലേട്ടന് ശേഷം അദ്ദേഹത്തിൻ്റെ കരിയറിലെ സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു വേഷം. ഏറ്റവും വലിയ 5ാമത്തെ വിജയം മമ്മൂട്ടിയുടെ തന്നെ കാഴ്ച. ബ്ലെസ്സി ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു കാഴ്ച. അദ്ദേഹം തന്നെയായിരുന്നു തിരക്കഥയൊരുക്കിയത്. മമ്മൂട്ടി ഓപ്പറേറ്റർ മാധവൻ എന്ന കഥാപാത്രമായി ജീവിക്കുകയായിരുന്നു. മമ്മൂട്ടിക്ക് മികച്ച നടനുള്ള സംസ്ഥാന പുരസ്കാരം നേടിത്തന്ന ചിത്രമായിരുന്നു കാഴ്ച. മമ്മൂട്ടിക്കൊപ്പം നിരവധി മികച്ച പ്രകടനങ്ങളുമായി മറ്റ് അഭിനേതാക്കളും ഉണ്ടായിരുന്നു. മികച്ച ഗാനങ്ങളടങ്ങിയ ചിത്രം ചെറിയ ഹൈപ്പിലായിരുന്നു തിയേറ്ററിലെത്തിയത്. പക്ഷേ അഭൂതപൂർവമായ അഭിപ്രായം നേടിയ ചിത്രം കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട ചിത്രമായി മാറി. തിയേറ്ററിൽ ചെറിയ കളക്ഷനിൽ തുടങ്ങി വമ്പൻ ബോക്സ് ഓഫീസ് കളക്ഷനിലേക്കാണ് കാഴ്ച പോയത്. 2004 മമ്മൂട്ടിയുടെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ചിത്രമായിരുന്നു കാഴ്ച. ഒരുപാട് വൈകാരിക മുഹൂർത്തങ്ങൾ അടങ്ങിയ കാഴ്ചയുടെ കഥയിൽ മമ്മൂട്ടി എന്ന അഭിനേതാവിന് അഭിനയിച്ച് ഫലിപ്പിക്കാനുള്ള നിരവധി മുഹൂർത്തങ്ങൾ നൽകിയിരുന്നു. മമ്മൂട്ടിയുടെ കരിയറിലെ തീർത്തും വ്യത്യസ്തമായ വേഷങ്ങളിലൊന്നായിരുന്നു കാഴ്ചയിലെ മാധവൻ. 2004 ഏറ്റവും വലിയ 4ാമത്തെ വിജയം ജയരാജ് പുതുമുഖങ്ങളെ നായകന്മാരാക്കിയെടുത്ത ഫോർ ദ പീപ്പിൾ. വൻ ട്രെൻഡ് സെറ്ററായ ഗാനങ്ങളായിരുന്നു ഫോർ ദ പീപ്പിളിൻ്റെ ഹൈലൈറ്റ്. ജാസി ഗിഫ്റ്റ് ആദ്യമായി സംഗീതം നൽകിയ ചിത്രമായിരുന്നു ഫോർ ദ പീപ്പിൾ. ചിത്രത്തിലെ ഗാനങ്ങളെല്ലാം അന്ന് യുവാക്കൾക്കിടയിൽ വൻ തരംഗമാണ് സൃഷ്ടിച്ചത്. ജയരാജിൻ്റെ തീർത്തും വ്യത്യസ്തമായ ചിത്രമായിരുന്നു ഫോർ ദ പീപ്പിൾ.
അന്ന് വരെ മലയാള സിനിമ കാണാത്ത തരത്തിലുള്ള പുതുമയായിരുന്നു ഫോർ ദ പീപ്പിളിനുണ്ടായിരുന്നത്. പക്ഷേ ചിത്രത്തിന് വമ്പൻ ബോക്സ് ഓഫീസ് വിജയം സമ്മാനിച്ചത് ഗാനങ്ങളായിരുന്നു. ചിത്രത്തിലെ ലജ്ജാവതി എന്ന് തുടങ്ങുന്ന ഗാനം മലയാള സിനിമയിലെ തന്നെ എക്കാലത്തെയും ഏറ്റവും വലിയ ട്രെൻഡ് സെറ്ററുകളിൽ ഒന്നായി മാറിയിരുന്നു. ബോക്സ് ഓഫീസിൽ ഒരു സൂപ്പർ സ്റ്റാർ ചിത്രത്തിൻ്റെ കളക്ഷനാണ് ഫോർ ദ പീപ്പിൾ വാരിക്കൂട്ടിയത്. 2004 ഏറ്റവും വലിയ 4ാമത്തെ വിജയമായി ഫോർ ദ പീപ്പിൾ മാറി. ചിത്രത്തിന് സൂപ്പർ ഹിറ്റ് സ്റ്റാറ്റസ് ആണ് ബോക്സ് ഓഫീസിൽ ലഭിച്ചത്. 2004 ഏറ്റവും വലിയ 3ാമത്തെ വിജയം മോഹൻലാൽ ഷാജി കൈലാസ് ടീമിൻ്റെ നാട്ടുരാജാവ്. വലിയ ഹൈപ്പിൽ റിലീസിലെത്തിയ ചിത്രം പക്ഷേ സമ്മിശ്ര പ്രതികരണമാണ് തിയേറ്ററിൽ നിന്ന് നേടിയത്. നരസിംഹത്തിന് ശേഷം എന്ന പ്രതീതി ഉളവാക്കിയാണ് ഷാജി കൈലാസ് മോഹൻലാൽ ടീം ഒരുമിച്ചത്. മോഹൻലാൽ മീശ വിരിച്ചെത്തിയ മാസ് ചിത്രമായിരുന്നു നാട്ടുരാജാവ്. മീനയായിരുന്നു ചിത്രത്തിൽ മോഹൻലാലിൻ്റെ നായികയായി എത്തിയത്. ടി.എ. ഷാഹിദിൻ്റെതായിരുന്നു തിരക്കഥ. വലിയ ഹൈപ്പിൽ റിലീസിലെത്തിയ ചിത്രത്തിന് ആ ഒരു പ്രതീക്ഷ നിലനിർത്താൻ കഴിയാത്തത് കൊണ്ട് തന്നെ വമ്പൻ ഹിറ്റിലേക്ക് സിനിമ പോയില്ല. എങ്കിലും വലിയ ഇനീഷ്യൽ കളക്ഷനായിരുന്നു ചിത്രം സ്വന്തമാക്കിയത്. ആ ഇനീഷ്യൽ കളക്ഷൻ്റെ ബലത്തിൽ മാത്രമാണ് ചിത്രത്തിന് കാര്യമായ കളക്ഷൻ ലഭിച്ചത്. മോഹൻലാലിൻ്റെ താരമൂല്യം ചിത്രത്തിൻ്റെ വിജയത്തിൽ വലിയ സഹായമായി മാറി. മോഹൻലാലിനും മീനയ്ക്കുമൊപ്പം വലിയ താരനിരയാണ് ആശീർവാദ് സിനിമാസിൻ്റെ ബാനറിൽ ആൻ്റണി പെരുമ്പാവൂർ നിർമ്മിച്ച ഈ ചിത്രത്തിൽ അണിനിരന്നത്. മികച്ച ഗാനങ്ങളുണ്ടായിരുന്നു ചിത്രത്തിൽ. 2004 ഏറ്റവും വലിയ 2ാമത്തെ വിജയം ജോഷി ദിലീപ് ടീമിൻ്റെ റൺവേ. ദിലീപിൻ്റെ മാസ് ചിത്രമായി വന്ന റൺവേ വലിയ പ്രേക്ഷക പിന്തുണയിൽ ഗംഭീര വിജയമാണ് നേടിയത്. ദിലീപിൻ്റെ എക്കാലത്തെയും മികച്ച മാസ് കഥാപാത്രമായ വാളയാർ പരമശിവം റൺവേയിലായിരുന്നു. റൺവേ തിയേറ്ററിൽ വലിയ പ്രതികരണം നേടി വമ്പൻ ഹിറ്റായി മാറുകയായിരുന്നു. ഉദയകൃഷ്ണ CBK തോമസ് ആയിരുന്നു ചിത്രത്തിൻ്റെ തിരക്കഥയൊരുക്കിയത്. മികച്ച ആക്ഷൻ രംഗങ്ങളും മാസ് ഡയലോഗുകളും ഉണ്ടായിരുന്ന ചിത്രത്തിൽ ദിലീപിൻ്റെ ഏറ്റവും സ്ട്രോങ് സോണായ കോമഡി രംഗങ്ങളും ഉണ്ടായിരുന്നു. ഒരു കുടുംബ ചിത്രത്തിന് വേണ്ട ചില കാര്യങ്ങളും ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ വലിയ രീതിയിലാണ് കുടുംബ പ്രേക്ഷകർ ഈ ചിത്രത്തിനെത്തിയത്. ദിലീപിൻ്റെ നായികയായി കാവ്യമാധവനായിരുന്നു എത്തിയിരുന്നത്. ദിലീപ്, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീഫ, ജഗതി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ദിലീപിൻ്റെ കരിയറിലെ തന്നെ ഏറ്റവും മികച്ച സെലിബ്രേറ്റഡ് മാസ് കഥാപാത്രമായിരുന്നു റൺവേയിലെ വാളയാർ പരമശിവം. ദിലീപിന് മാസ് പരിവേഷം നൽകാനുള്ള ഷാജി കൈലാസിൻ്റെ ശ്രമമായ ഡോൺ തിയേറ്ററിൽ പരാജയപ്പെട്ടുവെങ്കിലും ഉദയകൃഷ്ണ CBK തോമസിൻ്റെ രചനയിൽ ജോഷി ഒരുക്കിയ റൺവേ മെഗാ ഹിറ്റായിട്ടാണ് തിയേറ്ററിൽ മാറിയത്. 2004 ഏറ്റവും വലിയ വിജയചിത്രം മമ്മൂട്ടിയുടെ സേതുരാമയ്യർ CBI ഫ്രാഞ്ചൈസിലെ 4ാമത്തെ ചിത്രമായ സേതുരാമയ്യർ വലിയ ഹൈപ്പിലാണ് തിയേറ്ററിലെത്തിയത്. SN സ്വാമിയുടെ തിരക്കഥയിൽ K. മധു തന്നെയായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിന് ഗംഭീര പ്രതികരണമായിരുന്നു ലഭിച്ചത്. മലയാളികൾ ഏറെ നെഞ്ചേറ്റിയ കഥാപാത്രമായ സേതുരാമയ്യർ CBIയുടെ 3ാമത്തെ വരവ് പ്രേക്ഷകർ ശരിക്കും ഉത്സവമാക്കി. 2004 ബ്ലോക്ക് ബസ്റ്റർ സ്റ്റാറ്റസാണ് ചിത്രം തിയേറ്ററിൽ നിന്ന് സ്വന്തമാക്കിയത്. വേഷവും കാഴ്ചയും സൂപ്പർ ഹിറ്റായ വർഷമായിരുന്നു 2004. ആ വർഷത്തിൽ സേതുരാമയ്യർ CBI ബ്ലോക്ക് ബസ്റ്ററാക്കി 2004 ഏറ്റവും വലിയ വിജയവും മമ്മൂട്ടി സ്വന്തമാക്കി. മമ്മൂട്ടിയുടെ വർഷമെന്ന് അടയാളപ്പെടുത്താവുന്ന വർഷമായിരുന്നു 2004. ഈ ചിത്രത്തിൽ മമ്മൂട്ടിയോടൊപ്പം ജഗതി, മുകേഷ്, നവ്യ നായർ, വിനീത് എന്നിവരൊക്കെ പ്രധാന കഥാപാത്രങ്ങളായെത്തി. 2004 ഏറ്റവും മികച്ച 10 വിജയങ്ങളിൽ 3ഉം മമ്മൂട്ടി ചിത്രങ്ങളായിരുന്നു. മാത്രവുമല്ല ഏറ്റവും വലിയ വിജയവും മമ്മൂട്ടി സ്വന്തമാക്കി. വിജയ ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഇടം പിടിച്ചില്ലെങ്കിലും 2004 പുറത്തിറങ്ങിയ മമ്മൂട്ടി ചിത്രം ബ്ലാക്കും അതിലെ നായക കഥാപാത്രമായ കാരിക്കാമുറി ഷൺമുഖനും മമ്മൂട്ടിയുടെ കരിയറിലെ ഏറ്റവും മികച്ച മാസ് കഥാപാത്രങ്ങളിലൊന്നായി അടയാളപ്പെടുത്തിയിരുന്നു. ഇതേ വർഷം തന്നെയായിരുന്നു മമ്മൂട്ടിയുടെ വജ്രവും അപരിചിതനും തിയേറ്ററിലെത്തിയത്. ഇവ രണ്ടും ശരാശരി വിജയങ്ങളായി മാറിയിരുന്നു.